ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കംപ്ലീറ്റ് വ്ളോഗായിട്ടാണ്, കംപ്ലീറ്റ് ഡേ വ്ളോഗായിട്ടാണ്. ഇതിലൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ. ഇതിപ്പം എൻ്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഇപ്പോൾ ഒറ്റക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് എണീച്ചിട്ടുള്ളത് അമ്മൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിൽ വന്ന പാട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിന് തലേന്ന് രാത്രി. അപ്പോൾ അതെല്ലാം എടുത്ത് അതാത് പ്ലേസിൽ വെച്ച് പിന്നെ ആ ഒരു കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിന് അതെല്ലാം വൈപ്പ് ചെയ്ത് കളയല്ല. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. മക്കൾക്ക് ഇതാ പാല് ചൂടാക്കി എടുക്കുന്നുണ്ട്. മോൻ പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് ഹോർലിക്സ് മതിയെന്ന്. അപ്പോൾ മോനിക്കും മോക്കും രണ്ടാക്കും ഹോർലിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. എനിക്കാണെങ്കിൽ ഒരു കാലിച്ചായ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളം എന്നുള്ള രീതിയിൽ. മക്കൾക്ക് പിന്നെ ബ്രെഡും മുട്ടയാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതെല്ലാം ഇത് തിന്നുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകാൻ അപ്പുറത്തേക്ക് പോയപ്പം ആ വീഡിയോ ഇവിടെ ഓൺ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോന് പാട്ട് പാടുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ മോള് ഫ്രഷ് ആക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അതിന് ശേഷം മോന് ബുക്ക് എടുത്ത് ഇരുന്നിട്ടുള്ളതാണ് അവനെന്തോ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ മോക്കും കളർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോള് ഒരു കളറും പിന്നെ ഹൈലൈറ്ററും പിന്നെ അതെല്ലാം എടുത്ത് ഇരുന്നിട്ടുണ്ട് കളർ കൊടുക്കാൻ വേണ്ടിക്ക്. അങ്ങനെ ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളുണ്ടായിന് രാവിലെ ചായ വെച്ചതും അതൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബീഫും വെള്ളത്തിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസെല്ലാം പോയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കല. ഈ ഒരു ബീഫ് കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇതിന് മുമ്പ് ഒരു കൊട്ടറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ഉലുവയും പിന്നെ വലിയ ജീരകം ചെറിയ ജീരകം അതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തപ്പം ഒരു വേറെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു, ഫ്ലേവർ മാറ്റം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും വലിയ ജീരകവും ചെറിയ ജീരകം അതേപോലെ തന്നെ ഉലുവയും അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കില്ല. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിൽ നിന്ന് ആകുന്ന കുരുമുളകിൻ്റെ പൊടി തീർന്നിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ പൊതുവേ കുരുമുളകിൻ്റെ പൊടി ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കില്ല. എനിക്ക് അത്ര അങ്ങ് സെറ്റ് ആവലില്ല പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഞാനിങ്ങനെ പൊടിച്ചെടുക്കില്ല പൊടി. ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് കഴുകി ഉണക്കിയിട്ടെല്ലാം. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് വേഗം അങ്ങ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി അത് കുപ്പിയിലേക്ക് മാറ്റി വെക്കല. ഈ ഒരു സമയമാകുമ്പോൾക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കല. ഇവിടെ ഇപ്പം ഞാൻ 3 പച്ചമുളകും അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതും കൂടി ഒന്ന് വഴന്നു വന്നേരം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കല. പിന്നെ അതിന് ശേഷം ഞാൻ ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇവിടെ ഇപ്പം 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് വേണ്ട, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് പോഷൻ മാത്രമേ ഞാൻ ഇപ്പം കറിക്ക് എടുക്കുന്നുള്ളൂ. ബാക്കി പിന്നെ അങ്ങനെ മാറ്റി വെക്കല. ആ ഒരു റെസിപ്പി എന്നെ കാര്യമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കറിയിലേക്കുള്ള മസാല പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കില്ല. ഇവിടെ ഇപ്പം ഞാൻ 3 സ്പൂണ് മുളക് പൊടി അതേപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കലാന്ന്.
ഇനി കറി അവിടെ നിന്ന് ആയിക്കോളും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കല. ഇവിടെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് ജീരകശാലൻ്റെ റൈസ് വാങ്ങിച്ചിട്ടുള്ളത്. ഗിന്നി എന്ന് പറയുന്ന നെസ്റ്റോയിൽ ലാസ്റ്റ് ടൈം പോയപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പം എങ്ങനെയൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത് നെയ്ച്ചോറിൽ. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത് ലുലുവിൻ്റെ ബർദമാൻ റൈസാണ്. അതെന്ന് പറയാൻ നല്ല റൈസാണ് ഇതുവരെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ച് നോക്കലാന്ന്. ഇതിപ്പം തേങ്ങ എടുക്കുന്നുള്ളത് ചമ്മന്തി ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഇടയിൽ ഇതിപ്പം നമ്മൾ റൂമിൻ്റെ സൈഡിലുള്ള ഒരു പ്രാവ, ജനലിൻ്റെ സൈഡിലുള്ളത്. ഡെയിലി ഇതിപ്പം വന്ന് നോക്കല്ല പണി. ഇത് മുട്ടയിൽ നിന്ന് വീടിൻ്റെ അന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇതിൻ്റെ മാറ്റം നോക്കല. ഞാനും ബോർഡും വന്നിട്ടാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ. അങ്ങനെ ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. കുളിച്ച് ഫ്രഷ് ആയിട്ടെല്ലാം അപ്പോഴത്തേക്ക് ചോറെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ചോറ് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയമാകുമ്പം അതങ്ങ് ആയിക്കോളും. അങ്ങനെ ഇതാ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കിയെടുക്കൽ കറിയെല്ലാം. അതിനിടയിൽ ചോറിന് വേണ്ടിക്ക് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ബിരിയാണി നെയ്ച്ചോറിൽ ഒന്നിച്ച് പപ്പടം വേണം. സാധാ ചോറിൻ്റെ ഒന്നിച്ച് പപ്പടം വേണമെന്നില്ല. പക്ഷേ ഈ ബിരിയാണി നെയ്ച്ചോറിന് ഒന്നിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടം. നീ ചോറ് കഴിക്കല. ആദ്യം തന്നെ മക്കൾക്കുള്ള ചോറാണ് കൊടുക്കുന്നത്. അവർക്ക് രണ്ടാക്കും കൊടുത്തിട്ട് സമാധാനത്തിൽ ഞാൻ കഴിക്കലാന്ന്. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളത്. ഇതിപ്പോൾ കയറിയിട്ടുള്ള ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാമല്ലേ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഈ ഒരു ട്രേയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലത്തെ ഒരു 3 ഗ്ലാസിൻ്റെ ജാറും. ഇതിപ്പം ഇതിൽ വലിയ സൈസും ഉണ്ട്, അതേപോലെ തന്നെ ഒരേപോലത്തെ 2 ചെറിയ സൈസും അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചായപ്പൊടിയും അതേപോലെ തന്നെ കോഫിൻ്റെ പിന്നെ ഷുഗർ അതൊക്കെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയെടുക്കല. ഞാൻ കുറേ ആയി കിച്ചണിൽ കുറച്ച് മാറ്റമെല്ലാം വരുത്തണം, കണ്ടെയ്നേഴ്സ് എല്ലാം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് മാറ്റാൻ. അത് മാത്രമല്ല ഇപ്പം എല്ലാം ഒന്നിച്ച് ഞാൻ മാറ്റുന്നൊന്നുമില്ല, കുറച്ച് അങ്ങനെ ആയിട്ടാണ് മാറ്റിയെടുക്കുന്നുള്ളത്. ഒക്കെപ്പാടെ മാറ്റുമ്പം എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം മെല്ലനെ ചെയ്യുക അങ്ങനെയാണ് മൈൻഡിലുള്ളത്. ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി. എനിക്ക് തോന്നി ഞാൻ മുമ്പത്തെ ഇതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇന്നാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുള്ളത്. എല്ലാം ഒരു മൂഡ് പോലെയാണ് ചെയ്തെടുക്കൽ. അപ്പോൾ തോന്നുമ്പം ഓരോന്ന് വാങ്ങിക്കും, പക്ഷേ അന്നേരം ഒന്നും ചെയ്യൂല. എപ്പോഴെങ്കിലും ഒരു മൂഡ് വരുമ്പോൾ. ഇന്നിപ്പം ആരും ഇല്ലല്ലേ റൂമിൽ, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോറടിയാണ്, ഒന്നും ചെയ്യാനും ഇല്ല സമയമാണെങ്കിൽ. അല്ലെങ്കിൽ നോർമലി വ്യാഴം വെള്ളി എന്നെല്ലാം പറയുന്നുള്ളത് സമയം പോകുന്നതറിയില്ല. ഇതിപ്പം ഓരോ മിനിറ്റും ഇങ്ങനെ പോകുന്നുള്ളത് ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോന്ന് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുള്ളത്.
ഇതാ അതിലൊന്ന് സെറ്റാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല. എന്തെല്ലോ ഇനിയും മാറ്റം വരുത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പിന്നെ ചെയ്യാം. ഇനി ഇതാ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള 1 സ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കല, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. ബീഫ് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് അതൊന്ന് ആയിട്ടുണ്ട്. ഈ ഒരു ടൈം മക്കളെയും കൂട്ടിയിട്ടൊന്ന് ബക്കാല വരെ പോകുന്നുള്ളതാണ്. റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഓർക്ക് എന്തെല്ലോ ആയി, ഓരെക്കാട്ടിലും എനിക്ക് എന്തെല്ലോ ആയി. അപ്പോൾ അങ്ങനെ പുറത്ത് പോകുന്നുള്ളതാണ്. എന്തെങ്കിലും സ്നാക്സോ ചോക്ലേറ്റോ വാങ്ങിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞ് പിന്നെ തിന്നുമ്പില്ല അടിയാ രണ്ടാളും. അമ്മാലിന് രണ്ടാക്കിപ്പോൾ ഒരുപോലത്തെ സാധനം തന്നെ വാങ്ങിക്കണം. അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാളും പരാതി പറഞ്ഞ് വരുത്താം. ഒന്ന് ഷെയർ ചെയ്യ്, ഒന്ന് കൊടുക്ക്, ഒന്ന് കൊടുത്താൽ മതി. ദാലാമിൽ എനിക്ക് തന്നത് സോഫയിൽ എടാ കൊടുക്ക്. കമാൻഡ് ഷെയർ ചെയ്യാ, വായിലിട്ട് കമാൻഡ് അങ്ങനെ ഓരോ മിഠായി തിന്നലും പരാതിയും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയിട്ടുള്ളത്. ആ ബീഫ് ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെസിപ്പി എന്ന് പറയുന്നുള്ളത് ബീഫ് പിക്കിളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. ഇനി അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കില്ല. ഇവിടെ ഇപ്പം ഞാൻ 4 പച്ചമുളക് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 2 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കലാന്ന്. ഇനി വേവിച്ച് വെച്ച ബീഫിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒന്ന് വറ്റിച്ചെടുക്കില്ല ഫുള്ളായിട്ട്. ഇനി വേവിച്ച ബീഫ് ഒന്ന് പൊരിച്ചെടുക്കില്ല. ഇവിടെ ഇപ്പം ഞാൻ 2 ബാച്ചായിട്ട് അങ്ങനെയെല്ലാം ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കില്ല. ബീഫ് ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ അതൊന്ന് ചൂട് പോകണം ആ ഓയിലിൻ്റെ, എന്നുവെച്ചാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ ബീഫിൻ്റെ പൊടികളുണ്ടാവും, ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോഫി കുടിക്കാൻ പൂതിയായിട്ട് കോഫി ഉണ്ടാക്കിയെടുക്കില്ല, സ്ട്രോങ് ആയിട്ടുള്ള കോഫി. പിന്നെ മോനിക്കും അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വരെ എനിക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ഒരു കോഫി മസ്റ്റായിരുന്നു. അതിന് തിരിച്ച് വന്നതിന് ശേഷം കോഫി ഉണ്ടാക്കിയിട്ടേ ഇല്ല. എൻ്റെ ഫ്രോത്തർ എന്തോ ആയിട്ട് ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചതിന് മുതൽ ആദ്യം തുടങ്ങിയിട്ടുണ്ട് കോഫീൻ്റെ ഇത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഫി അത് മസ്റ്റാണ്. അത് മാത്രമല്ല കോഫി ഉണ്ടാക്കുമ്പം ഇങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടൈപ്പിൽ കുടിക്കുകയും ചെയ്യണം, അങ്ങനെയുണ്ട്.
അങ്ങനെ കോഫിയെല്ലാം കുടിച്ചിട്ട് പിന്നെയും പിക്കിൾ ഉണ്ടാക്കാൻ കയറിയിട്ടുള്ളതാണ്. ആ സെയിം ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്, അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പൊടികളെല്ലാം കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് 1.5 സ്പൂണോളം കടുകും അതേപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് 3ഉം ഒന്നിച്ച് തന്നെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാന്ന്. ഇതിനി ഒന്ന് ആയിന്ന് കാണുമ്പം ഇതിലേക്ക് പൊടികളായിട്ട് 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഈ ഒരു ടൈം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ട് മിക്സ് ആയിന്ന് കണ്ടാൽ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് സ്റ്റൗ ടോപ്പിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സിർക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിപ്പോൾ നാളെ ഞാൻ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പം കുറച്ചുകൂടെ സിർക്കെല്ലാം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ബീഫ് പിക്കിൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു റെസിപ്പി. അല്ല നിങ്ങൾ വേറെ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് പറയട്ടോ. ആരുമില്ലാത്ത വെള്ളിയാഴ്ച എൻ്റെ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായത്. സമയം പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ റെസിപ്പിയെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സമയം പോവും പിന്നെ അങ്ങ് ആവും ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.